ഏകദേശം 37 ലക്ഷം കോടിയുടെ അഴിമതി കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ BJP മോദി സർക്കാർ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കും വിശ്വാസം വരില്ല അല്ലേ. എങ്ങനെ 35 ലക്ഷം കോടിയുടെ ഒക്കെ നമ്മളൊന്നും കാണുന്നില്ല, നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ഇത് അറിയുന്നില്ല എന്നൊക്കെ ചോദ്യങ്ങൾ പല സ്ഥലത്തുനിന്ന് വരും കേട്ടോ. പല സ്റ്റഡീസിൻ്റെയും ഭാഗമായിട്ട് അല്ലെങ്കിൽ പല റെഫറൻസുകൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മളെ മോദി സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഗവൺമെൻറ് നമ്മുടെ എല്ലാവരെയും പറ്റിച്ചിട്ട് 36.65 ലക്ഷം കോടിയുടെ അഴിമതിയാണ് നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ളത്. ഈ കാശ് എവിടെ പോയി എന്ത് ചെയ്തു എന്നുള്ളത് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. അതായത് ഓരോ പദ്ധതികൾക്ക് ഇപ്പം നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ഓരോ ബഡ്ജറ്റിലും അല്ലാണ്ട് ബഡ്ജറ്റ് അല്ലാത്ത സമയങ്ങളിലും പലതരത്തിലുള്ള പദ്ധതികൾ രൂപീകരിക്കാറുണ്ട് അല്ലേ. അതായത് ഇത്ര കോടി ഇന്നൊരു പദ്ധതിക്ക്, ഈ കോടി ഇന്നൊരു പദ്ധതിക്ക് എന്നും പറഞ്ഞിട്ട് ഒരുപാട് പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക്, ബഡ്ജറ്റും അല്ലാതെയൊക്കെ ആയിട്ട്. ഈ പദ്ധതികളുടെ ഒക്കെ എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി എന്ന് നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് വക മാറ്റി വെച്ചിട്ടുള്ള കാശ്, കംപ്ലീറ്റ് വക മാറ്റി വെച്ചിട്ടുള്ള കാശ് എത്രത്തോളം ചെലവാക്കി, ബാക്കി എമൗണ്ട് എവിടെ പോയി എന്ന് ആരും ഇതിൻ്റെ പിന്നാലെ പോകാറില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം നമ്മൾ കേരളത്തിലൊരു കാര്യം നടക്കുന്നില്ലെങ്കിൽ കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല, കേന്ദ്ര ഫണ്ട് കിട്ടുന്നില്ല, പല പദ്ധതികളും അതുകൊണ്ട് നടക്കുന്നില്ല എന്ന് പറയും. കേന്ദ്ര സർക്കാർ പറയും ഞങ്ങൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, അവർ ചെയ്യാത്തത് കൊണ്ടാണെന്നും പറഞ്ഞിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതികൾക്കൊക്കെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ എമൗണ്ട്, ബഡ്ജറ്റഡ് എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് നമ്മൾ ഈ ഒരു സ്കാമിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ ചെലവ് സംബന്ധിച്ച കണക്ക് എന്ന് പറയുന്നത് ഏകദേശം 36.65 ലക്ഷം കോടി രൂപ ഇതിന് ടോട്ടലായിട്ട് ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാശാണ്. ഇതിൻ്റെ 21% മാത്രമാണ് ചെലവഴിച്ചത് എന്നാണ് പല സ്റ്റഡീസും കാണിച്ചു തരുന്നത്. അതായത് ബാക്കിയുള്ള 79% തുക ആര്, എവിടെ, എന്ത് ചെലവാക്കി, എങ്ങനെ പോയി എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് ഈ തുകയുടെ വ്യാപ്തി എന്ന് പറയുന്നത്, ഈ തുക പാകിസ്ഥാൻ്റെ വാർഷിക ബഡ്ജറ്റിനേക്കാളും ഏകദേശം ഒരുപാട് കൂടുതലാണ് നമ്മുടെ ഈ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഈ എമൗണ്ട് നമ്മുടെ 140 കോടി ആളുകളുടെ കയ്യിലേക്ക് 25,000 രൂപ വെച്ച് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വരെ പറ്റുന്ന എമൗണ്ടാണ് ഈ എമൗണ്ട്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ നമ്മുടെ മുമ്പോട്ട് വെച്ച് തന്നിട്ടുള്ള കുറച്ച് പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ഞാൻ വായിച്ചുതരാം. ഒന്ന് സ്വച്ഛ് ഭാരത്, ഒന്ന് സ്മാർട്ട് സിറ്റി പദ്ധതികൾ, നമ്മുടെ പല സ്റ്റേറ്റുകളിലും സ്മാർട്ട് സിറ്റികൾ കൊണ്ടുവരും എന്ന് പറഞ്ഞത്. പിന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന, വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി. പിന്നെ അമൃത് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി. പിന്നെ ദീൻ ദയാൽ യോജന എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പദ്ധതി. പിന്നെ ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ ഏകദേശം 6ഓളം പദ്ധതികളുടെ മറവിൽ നടന്നിട്ടുള്ള വലിയൊരു കൊള്ളയുടെ കണക്കാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. അതായത് ഈ പദ്ധതികളിലൊക്കെ ആദ്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, അതായത് പ്രധാന സർക്കാർ പദ്ധതികളുടെ പരാജയങ്ങളും അതിൻ്റെ കണക്കുകളും അതിൻ്റെ വിഹിതത്തിൻ്റെ തെളിവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുള്ളത് നമ്മൾ വിവിധ സർക്കാർ ഏജൻസികളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡാറ്റ, അതുപോലെ തന്നെ കുറേ പ്രൈവറ്റ് ഏജൻസിയുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഡാറ്റയുടെ ബേസിലാണ് ഈ വീഡിയോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നമ്മൾ ആദ്യം തന്നെ സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സ്വച്ഛ് ഭാരത് ശുചിത്വ ഭാരതം എന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മോദിജി ഒരു വലിയ ചൂലൊക്കെ ആയിട്ട് റോട്ടിലിറങ്ങി ഇങ്ങനെ അടിച്ചുകൊണ്ടൊക്കെ തുടങ്ങിയിരുന്ന ഒരു പദ്ധതിയുടെ തുടക്കം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്, PR നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ. എന്നിട്ട് നമ്മുടെ രാജ്യം എത്രത്തോളം ശുചിത്വം കൈവരിച്ചു, നമ്മുടെ സ്റ്റേറ്റുകളും അല്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ മെട്രോ സിറ്റീസിലൊക്കെ ഈ പറഞ്ഞ സ്വച്ഛ് ഭാരത്, ശുചിത്വ ഭാരതത്തിലോട്ട് വന്നോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2014 ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിലാണ് പ്രധാനമന്ത്രി ചൂലുമായിട്ട് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് 2019 ഇന്ത്യയിലെ, അതായത് വെളിക്ക് ഇരുന്ന് മൂത്രമൊഴിക്കുക, അതായത് റോഡിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ഇരുന്ന് മൂത്രമൊഴിക്കുന്നതും അല്ലെങ്കിൽ വിസർജ്യം ചെയ്യുന്ന പരിപാടി 2019 നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതായത് നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ഇന്ത്യ അതിൽ നിന്ന് ഫ്രീ ആക്കും എന്നുള്ള ഒരു വലിയ വാഗ്ദാനമായിരുന്നു അന്ന് കൊടുത്തിരുന്നില്ലേ. അതിന് അനുവദിച്ചിട്ടുള്ള ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് ഏകദേശം 35,800 കോടി രൂപയാണ് അതിന് ടോട്ടലായിട്ട് മാറ്റി വെച്ചിട്ടുള്ള വിഹിതം എന്ന് പറയുന്നത്. അതിൻ്റെ യഥാർത്ഥ ചെലവ് സത്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ പരിപാടി ചെയ്തിട്ട് ഒരു പബ്ലിക് ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആകെ 200 കോടി രൂപ മതിയായിരുന്നു ഈ പറഞ്ഞ പദ്ധതിക്ക്. അന്നത്തെ കണക്ക് വെച്ച് നോക്കുക. അതായത് 6% മാത്രം, ഈ പറഞ്ഞ 35,800 കോടി രൂപയുടെ 6% മാത്രമാണ് വേണ്ടി വന്നത്. അതിൻ്റെ ബാക്കി വരുന്ന 33,000
600 കോടി രൂപ എവിടെ പോയി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നഗര വികസനത്തിനെ കുറിച്ചുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടുണ്ട് ഡിസംബർ 2024 വന്നത്. ഇത് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിൻ്റെ സ്റ്റഡി നടന്നിട്ടുള്ളത്. അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ NSSO എന്ന് പറഞ്ഞിട്ട് 2018 സർവേ പ്രകാരം ഏകദേശം 440% ശൗചാലയങ്ങൾ അല്ലെങ്കിൽ അതോടുകൂടി ഉപമിക്കാവുന്ന തരത്തിലുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കുന്ന രീതിയിലായിട്ടുണ്ട് എന്നാണ് ഈ NSSOയുടെ കണക്ക് പ്രകാരം നമുക്ക് കിട്ടുന്നത്. ഇതിൽ പലതും കക്കൂസുകളാവാണ്ട് ചില ഗോഡൗണുകളായിട്ടും അതുപോലെ തന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള പല സ്ഥലങ്ങളുമായിട്ടുള്ള പല സ്ഥലത്തു നിന്നുള്ള ഫോട്ടോസ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഉത്തർപ്രദേശിലെ ബരാംബങ്കയിൽ കക്കൂസിൽ എരുമനെ കണ്ടെത്തിയത് അല്ലെങ്കിൽ കക്കൂസിൽ എരുമനെ കിട്ടുന്ന ഒരു ആലയാക്കി മാറ്റിയത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഹാറിലെ പൂർണിയിൽ ഗോതമ്പ് സൂക്ഷിച്ചതും മറ്റ് ചില സ്ഥലങ്ങളിൽ ഇത് ചെറിയ പെട്ടിക്കടകളായിട്ടും ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഈ പറയുന്ന 40% പണി തീർത്തു എന്ന് കാണിക്കുന്നതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൽ ചിലവാക്കിയതിന് 33,600 കോടി രൂപ എവിടെ പോയി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആർക്കും അറിയില്ല ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത്. ഇത് ഒരു കാര്യം മാത്രമാണ്. നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് പോവുകയാണെങ്കിൽ രണ്ടാമത്തെ പദ്ധതിയായിട്ടുള്ള സ്മാർട്ട് സിറ്റി മിഷൻ, ഇതിന് തുടക്കം 2015 ജൂണിലാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത്. ഏകദേശം ഇന്ത്യയിലെ 100 നഗരങ്ങളിലെ സ്മാർട്ട് ആക്കണം എന്നായിരുന്നു ഈ പദ്ധതിയുടെ വാഗ്ദാനമായിട്ട് മോദി നമ്മുടെ മുമ്പിലോട്ട് വെച്ച് തന്നിട്ടുള്ളത്. ഇനി പ്രഖ്യാപിച്ച എമൗണ്ട് ഏകദേശം 10 ലക്ഷം കോടി രൂപയായിരുന്നു ഇതിനു വേണ്ടിയിട്ട് കേന്ദ്ര ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ടുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ചെലവ് എന്ന് പറഞ്ഞാൽ ആകെ യൂസ് ചെയ്തത് വെറും 182 കോടി രൂപ മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അതായത് 0.01% രൂപ മാത്രമാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് 2024 അവലംബിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പരാജയങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇൻഡോറിൽ 2000 കോടി രൂപയുടെ പദ്ധതി എന്നും പറഞ്ഞിട്ട് 15% മാത്രമാണ് ഈ പദ്ധതി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിപ്പോഴും അതുപോലെ തന്നെ അവിടെ കിടക്കുകയാണ്, ഒന്നും ആയിട്ടില്ല. അതിനുശേഷം ഭോപ്പാലിൽ ഏകദേശം 1400 കോടി രൂപയുടെ പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചു. അതിൻ്റെ 8% മാത്രമാണ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് പൂർത്തിയാക്കിയിട്ടുള്ളത്. പിന്നെ പാട്നയിൽ ഏകദേശം 500 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും എന്നായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനം. ഇത് ഇപ്പോഴും വെള്ളം കെട്ടി അവിടെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഒരു രീതിയിലും ഈ പറഞ്ഞ പരിപാടികളൊന്നും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പം കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG 2023 റിപ്പോർട്ട് ആയിട്ടാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് പറയുന്നത്. കൂടാതെ IIT ഡൽഹി പ്രൊഫസർ അജയ്ജിത് ഭട്ടാചാര്യ ഈ പദ്ധതിയുടെ കടലാസിൽ ഒതുങ്ങിയിട്ടുള്ളതിനെ പറ്റി കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയ തർക്കങ്ങളെ പറ്റിയും പുള്ളി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പം പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് നമ്മൾ അടുത്തതെടുക്കാൻ പോകുന്നത്. ഇത് 3ാമത്തെ പദ്ധതിയാണ്. PMA എന്ന് പറഞ്ഞിട്ടുള്ള PMA എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ വാഗ്ദാനം 2022 കൂടി എല്ലാവർക്കും ഒരു വീട് ആയിരുന്നു നമ്മൾ പദ്ധതിയായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിന് അനുവദിച്ച ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 9,700 കോടി രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. ഇതിൻ്റെ യഥാർത്ഥ ചെലവ് എന്ന് പറയുന്നത് വെറും 21%, ഏകദേശം 2,000 കോടി രൂപ മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചെലവ് എന്ന് പറയുന്നത്. അതായത് CAG 2022 റിപ്പോർട്ട് പ്രകാരം 37% വീടുകൾ മാത്രമാണ് ഈ എമൗണ്ട് വെച്ചിട്ട് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ക്രമക്കേടുകളെ പറ്റി നോക്കുകയാണെങ്കിൽ വ്യാജ ഉപഭോക്താക്കൾക്ക് ലക്ഷക്കണക്കിന് രൂപ നൽകിയെന്നും യഥാർത്ഥ പാവപ്പെട്ടവരുടെ പേരുകൾ ലിസ്റ്റിൽ നിന്ന് തന്നെ നീക്കം ചെയ്യപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രതിഷേധം ഇതിൻ്റെ പല സ്റ്റേറ്റുകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു അവലംബം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി 2023 റിപ്പോർട്ട് പുറത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രകാരം ഗ്രാമീണ ഇന്ത്യയിലെ ഈ PMA ഉപഭോക്താക്കളിൽ 45% പേര് യഥാർത്ഥത്തിൽ ആവശ്യക്കാരായിരുന്നില്ല. അതുമാത്രമല്ല, പല ആളുകളുടെയും പല ഉദ്യോഗസ്ഥന്മാരുടെയും ബന്ധുക്കളും കോൺട്രാക്ടർമാരും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഇതിന് ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് എത്തിപ്പെടേണ്ട ആളുകളുടെ കയ്യിലോട്ടൊന്നും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 37% പൂർത്തിയാക്കിയിട്ടുള്ളൂ. ആ സംഭവം ആരുടെ കയ്യിലോട്ടും എത്തിയിട്ടില്ല എന്നാണ് ഈ CAG റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ്. ഇനി അടുത്ത 4ാമതായിട്ടുള്ള മറ്റൊരു പദ്ധതിയായിരുന്നു അമൃത് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അതായത് ഇതിൻ്റെ ലക്ഷ്യം
ഏകദേശം 500 നഗരങ്ങളിൽ ശുദ്ധജലവും അതുപോലെ തന്നെ അഴുക്ക് ചാല് സംവിധാനവും നമ്മൾ മെച്ചപ്പെടുത്തും എന്നതിന് പറഞ്ഞിരുന്നത്. ഈ ഒരു പദ്ധതിക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് ഏകദേശം 8400 കോടി രൂപയായിട്ടു. യഥാർത്ഥ ചെലവ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ 29% മാത്രമാണ് ഈ എമൗണ്ടിൻ്റെ യഥാർത്ഥ ചെലവാക്കിയിട്ടുള്ള എമൗണ്ട്. അതായത് പാർലമെന്റ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ലോക ബാങ്കിന്റെ 2023 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ നഗരപ്രദേശങ്ങളിൽ 50% വീടുകളിൽ മാത്രമാണ് പൈപ്പ് ലൈൻ കണക്ഷൻ വഴി വെള്ളം ലഭിക്കുന്നത്. ബാക്കി 50% ഇപ്പോഴും ഏകദേശം എന്താ പറയുക, ഈ ടാങ്കർ വഴി വെള്ളം അടിക്കുന്ന പരിപാടി. ഞാൻ പറയുന്നത് നാട്ടിൻപുറത്തെ കാര്യങ്ങളല്ല, അല്ലാത്ത ഈ പദ്ധതിയുടെ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളുടെ കാര്യമാണ്. ഇപ്പോഴും പൈപ്പ് ലൈൻ എത്തിയിട്ടില്ല. ടാങ്കർ വഴി തന്നെയാണ് ഇപ്പോഴും ഇങ്ങോട്ടുള്ള വെള്ളം ഒഴുക്കുന്നത്. അത് മാത്രമല്ല, ഇതിന് ഉദാഹരണമായിട്ട് നമുക്കറിയാം, എല്ലാ വർഷവും ബാംഗ്ലൂരും ചെന്നൈയിലും അതുപോലെ തന്നെ ഡൽഹിയിലും വരുന്ന വെള്ളത്തിൻ്റെ ക്ഷാമം എത്രത്തോളം ഉണ്ട് നമുക്കറിയാം. പല സ്ഥലങ്ങളിലും ടാങ്കറുകളിൽ പോലും വെള്ളമടിച്ചെത്താണ്ട് ഒരു 1-2 മാസം അവിടുത്തെ ആളുകളുടെ ജനജീവിതം തന്നെ ദുരിതമാവുന്ന ഒരുപാട് ന്യൂസുകൾ അവിടെ താമസിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇപ്പോഴും ഈ പറഞ്ഞ പദ്ധതികളൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ബഡ്ജറ്റഡ് എമൗണ്ട് എവിടെ പോയി എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇനി ഇതിൻ്റെ ഒരു എന്താ പറയുക, മറ്റ് ഇപ്പോൾ ഇത്രയും പദ്ധതികളുടെ കാര്യം നമ്മൾ കണ്ടുല്ലേ, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ ഇനിയും നമുക്കിതിൽ ഉദാഹരണങ്ങളായിട്ട് എടുക്കാൻ പറ്റും. ഇതിൻ്റെ എന്താ പറയുക, ഒരു തന്ത്രപ്രധാനമായിട്ടുള്ളൊരു കളിയുണ്ട് ഇതിൽ. അതായത് ഒരു കോൺഫ്ലിക്റ്റ്, അത് മാസ്റ്റർ പ്ലാൻ എന്താണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ പരാജയം വെറും കഴിവില്ലായ്മ കൊണ്ട് വരുന്ന ഒരു കാര്യമില്ല, മറിച്ച് സൂക്ഷ്മമായിട്ടുള്ള ആസൂത്രണം ചെയ്തൊരു തന്ത്രമാണ് ഇത്. അതായത് ഞങ്ങൾ എന്താ പറയുക, ഇങ്ങനത്തെ പൈസ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തരത്തിലുള്ള അഴിമതി നിങ്ങൾ കാണിക്കുന്നില്ല. അതായത് നിങ്ങളുടെ മുമ്പെന്ന് ഒരു പദ്ധതികളും കാണിച്ച് കക്കുന്നതിന് പകരം വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് അതിൽ നിന്ന് അത് കംപ്ലീറ്റ് ചെയ്യാണ്ട് അതിന് വക മാറ്റി വെച്ചിട്ടുള്ള പൈസ എടുത്തിട്ടുള്ള ഒരു വൻ സ്കാം തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൽ. സംഘികൾക്ക് ഇത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. അതല്ലാതെ ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ ഈ ഫെഡറൽ ഘടനയുടെ ഒരു കളിയാണിത്. ഈ പറഞ്ഞ സ്റ്റേറ്റും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ കാണിച്ചിട്ടാണ് ഇതിനെ എപ്പോഴും കേന്ദ്ര സർക്കാർ ഇതിനെ ഡിഫെൻഡ് ചെയ്യാറ്. അതിപ്പോൾ എന്ന് പറയുക, ഈ കേന്ദ്രം നൽകുന്ന പണം സംസ്ഥാനങ്ങളിൽ എത്രത്തോളം പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ ഡിസ്കഷൻസ് എപ്പോഴും വരാറ്. കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയ വടംവലികൾക്കും ഇത് കാരണമാണ്. 60% കേന്ദ്ര പദ്ധതികളും പരാജയപ്പെടുന്നു എന്ന് സെൻറ്റർ ഫോർ പോളിസി റിസർച്ച് 2023 റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ അഴിമതി രാജ്യങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിൻ്റെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം 2024 പ്രകാരം ഇന്ത്യ മൊത്തം 180 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ 93ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ വന്നിട്ടുള്ളത്. കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കറപ്ഷൻ്റെ കാര്യത്തിൽ. അപ്പം CAG റിപ്പോർട്ട് പ്രകാരം സ്വച്ഛ് ഭാരത് മിഷനിലെ കരാറുകൾ വ്യാജ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട് സമർപ്പിച്ച് ജോലി ചെയ്യാതെ പണം കൈക്കലാക്കുന്ന ഒരു വിദ്യയാണ്. ഇതൊരു കറപ്ഷൻ്റെ ഭാഗമാണ്. ഈ എമൗണ്ട് മൊത്തം ഈ ബഡ്ജറ്റിൻ്റെ അടുത്ത് നിന്ന് അടിച്ചെടുക്കുന്ന ഒരിത്. അപ്പം ഇതിൻ്റെ മെയിൻ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞത്, ഇങ്ങനത്തെ പദ്ധതികൾക്കായിട്ട് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം സർക്കാർ പരസ്യത്തിനായിട്ട് ചെലവഴിക്കുന്നുണ്ട്. അതായത് RTI വഴി ലഭിച്ച ഔട്ട്റീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 2014 2023 ഇടയിൽ കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികമാണ് പരസ്യങ്ങൾക്കായിട്ട് മാത്രം ചെലവാക്കിയത്. അപ്പോൾ ഈ പൈസ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്കറിയാം, ഇലക്ട്രോൾ ബോണ്ട് പോലത്തെ പൈസ വെച്ചിട്ട് ഇവർ ഇത് കളിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇത്തരം പദ്ധതികൾ യൂട്ടിലൈസേഷൻ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ യൂട്ടിലൈസ്ഡ് എന്നും കാണിച്ച് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇത്തരം പദ്ധതികൾ പൂർണ്ണമാക്കാതെ പക്ഷേ നമ്മുടെ ബഡ്ജറ്റഡ് എമൗണ്ട് ഈ എമൗണ്ട് എടുത്തിട്ട് ഇത് കേന്ദ്ര സർക്കാർ യൂസ് ചെയ്യുന്നത് അവരുടെ PR വർക്കിനും മറ്റു തരത്തിലുള്ള സത്യം പറഞ്ഞാൽ MP മാരെ വാങ്ങാനും MLA-മാരെ പൈസ കൊടുത്ത് വാങ്ങിക്കാനും മറ്റു ഉദ്യോഗസ്ഥന്മാരെ അവർക്കനുസരിച്ച് തുള്ളിക്കളിപ്പിക്കാൻ പൈസ കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം കാശ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി കൂടാതെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി 2022 റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ട് പറയുകയാണെങ്കിൽ, സർക്കാരിനെ വിമർശിക്കരുത് എന്ന വ്യവസ്ഥയിൽ ചില മാധ്യമ സ്ഥാപനങ്ങൾക്കും സർക്കാർ പരസ്യം നൽകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സർക്കാരിനെ പൊക്കി കാണിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പരസ്യങ്ങളും സർക്കാർ ഈ പൈസ വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മാസ്റ്റർ പ്ലാന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, മുൻ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന സുഭാഷ് ചന്ദ്ര ഗാർഗ് ദ ട്രില്യൺ ഡ്രീം 2023 ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളി പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യയിലെ വികസന പദ്ധതികൾ യഥാർത്ഥ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയിട്ടാണ് രൂപകൽപ്പന ചെയ്തത് എന്നാണ്
പുള്ളി ആ ഒരു ട്രില്യൺ ഡ്രീമിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ 5 ഘട്ടങ്ങളായിട്ടാണ് ഇതിൽ പറയുന്നത്. അതായത് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും, വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപനങ്ങൾ നടത്തും. ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടി. അങ്ങനെ ഇത് വൻ പ്രചാരത്തിലോട്ട് എത്തിക്കും. ഇത്തരം പ്രഖ്യാപനങ്ങൾക്ക് വൻ പ്രചാരണം കൊടുക്കും, PR കൊടുത്തിട്ട്. നമ്മളിപ്പോൾ ബീഹാറിലൊക്കെ നമ്മൾ കണ്ടുവരും, ഈ വൻ പ്രചാരണം അതിനങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ വൻ പ്രചാരണം കൊടുക്കുന്ന 1000 കോടി രൂപ പരസ്യങ്ങൾക്കായിട്ട് തന്നെ ഇതിനു വേണ്ടി മുടക്കും എന്നാണ് പുള്ളി പറയുന്നത്. അതിൻ്റെ വ്യാജ ഡാറ്റ പിന്നെ പുറത്തോട്ട് വിടും. അതായത് ഇത്തരം വലിയ പദ്ധതികളുടെ വ്യാജ ഡാറ്റ ഈ പറഞ്ഞ PR ത്രൂ പുറത്തോട്ട് വിടും. അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 10 കോടി ശൗചാലയങ്ങൾ ഞങ്ങൾ ഇതാ നിർമ്മിച്ചിരിക്കുന്നു, 2 കോടി വീടുകൾ ഞങ്ങൾ നൽകിയിരിക്കുന്നു തുടങ്ങിയ വ്യാജ കണക്കുകൾ ഇവർ പുറത്തോട്ടിറക്കിയും പല സ്ഥലങ്ങളിലും വെറുതെ ടെൻറ്റ് കെട്ടിയിട്ടും അതല്ലെങ്കിൽ സ്ക്രീന് വരെ വെച്ചിട്ടും പ്രധാനമന്ത്രി ഉള്ളിൽ പോയി പല ഫോട്ടോസും 2024 ഇലക്ഷൻ 2019 ഇലക്ഷനൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ട്രോള് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതാരും ചോദ്യം ചെയ്യാനൊന്നും അതിൻ്റെ പിന്നാലെ ഒരുപാട് ആൾക്കാർ പോയിട്ടില്ല, പോയവർക്ക് എവിടെ എത്താനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരും. എന്നിട്ട് അവസാനം ഇതൊക്കെ എന്തായി പദ്ധതികൾ, ഇത്രയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, അവർ സ്ഥലം വിട്ട് തന്നിട്ടില്ല, അവർ വേണ്ട സപ്പോർട്ട് തന്നിട്ടില്ല, അതുകൊണ്ട് ഈ പറഞ്ഞ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്ന് സർക്കാരിൻ്റെ തലയിലോട്ട് അങ്ങ് എഴുതി വെക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇവിടെ കാണാറുള്ളത്. പുതിയ പദ്ധതികളുടെ ആരംഭവും അല്ലെങ്കിൽ പഴയ പദ്ധതികൾ നടക്കാതെ പോയതൊന്നും ഒരു വിഷയമേ അല്ല. കാരണം ഇതിന് പുതിയൊരു ലോഗോയും പേരും വെച്ച് മറ്റൊരു പേരിൽ വീണ്ടും അടുത്ത പദ്ധതി കേന്ദ്ര സർക്കാർ പുറത്തോട്ട് ഇറക്കിയിട്ട് വീണ്ടും അടുത്ത ഒരു ഗഡു പൈസയും കൂടെ ഈ പറഞ്ഞ സ്കാമിലോട്ട് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ഇങ്ങനെ പദ്ധതികളിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിൽ 1-2 ഉദാഹരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബീഹാറിലെ ദർഭംഗയിൽ ഈ നമ്മുടെ PMA വീട് കൊടുത്തു എന്നും പറഞ്ഞിട്ടുള്ള ഒരു 3 വർഷത്തിന് ശേഷം വീട് കിട്ടാണ്ട് ഒരു വൃദ്ധ റോട്ടിൽ കിടന്നുറങ്ങുന്നതിൻ്റെ ചില വീഡിയോസൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആളുകളെ പറ്റിച്ചു എന്നുള്ള രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള തെളിവുകൾ. അതുപോലെ തന്നെ ബീഹാറിൽ ഇതാണ് നമ്മൾ പറഞ്ഞ പോലെ ഉത്തർപ്രദേശിലെ ബരാംബംഗയിൽ ഒരു ദളിത് കുടുംബത്തിൻ്റെ ശൗചാലയം 2 വർഷമായിട്ടും ഇപ്പോഴും പണി തീർന്നിട്ടില്ല എന്നും പറഞ്ഞാൽ അവരും രംഗത്ത് വന്നിരുന്നു, ഞങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മഹാരാഷ്ട്രയിലെ മറാവത്ത് വാതയിൽ കർഷകൻ വെള്ളത്തിനായി വഴക്കിടുന്നതിൻ്റെയും ചില വീഡിയോസൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും കുറേ കാര്യങ്ങൾ പറ്റിച്ച് നമ്മുടെ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നോബൽ സമ്മാന ജേതാവായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള അഭിജിത്ത് ബാനർജി തൻ്റെ ഗുഡ് എക്കണോമിക് ഫോർ ഹാർഡ് ടൈം 2019 ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിൽ വികസന രാജ്യങ്ങളിലെ സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കിയില്ലെങ്കിൽ പോലും അവ പ്രഖ്യാപനത്തിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പുള്ളിയുടെ പുസ്തകത്തിൽ. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വലിയ സ്കാം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്കാമായിട്ട് നമുക്ക് തന്നെ അതിനെ പറയാം. കാരണം 36-37 ലക്ഷം കോടി രൂപയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് പദ്ധതികൾ എന്നും പറഞ്ഞ് നമ്മുടെ മുമ്പിലോട്ട് ഇട്ട് തന്നിട്ട് അതിൻ്റെ 5-10% മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ആ പദ്ധതി തീർന്നു എന്നും പറഞ്ഞിട്ട് ആ പൈസ നമ്മുടെ കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്ത് ഇത് വെച്ചിട്ട് അതേ സർക്കാർ തന്നെ PR വർക്കുകളും മറ്റ് വർക്കുകളും ചെയ്ത് വലിയ ഒരു സ്കാം നമ്മുടെ ഇന്ത്യയിൽ നടത്തി ഇന്ത്യയിലെ ഭരണം നിലനിർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഇപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിതിൽ റെഫറൻസ് ആയിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ പോയി സെർച്ച് ചെയ്യാം. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ വെറുതെ പറഞ്ഞൊരു കാര്യങ്ങളൊന്നുമല്ല. ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ നമ്മളെ ഇത്രയും വലിയൊരു ഒരു സ്കാമിലാണ് നമ്മുടെ രാജ്യം പോകുന്നത്. നമ്മൾ കാണിക്കുന്ന PR കണ്ണ് മഞ്ഞളിക്കുന്ന സംഖ്യകൾക്ക് അറിയില്ല നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഒരു സമയത്ത് കൂപ്പുകുത്തും, ഡോളർ അല്ലെങ്കിൽ രൂപ 90-ലെത്തിയിട്ടുണ്ട് ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട്. മറ്റ് പല സംഭവങ്ങളും പല ഇൻഡസ്സുകളിലും ഇന്ത്യ കൂപ്പുകുത്തിയിട്ടുണ്ട്. പാസ്പോർട്ട് 89th പൊസിഷനിലോട്ട് വന്നിട്ടുണ്ട്. ഒക്കെ താഴോട്ട് അല്ലെങ്കിൽ നമ്മൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വരായികൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഭവങ്ങളായി വരുന്ന സമയത്ത് പഠിക്കും.